ഡിയേഴ്സ് വെൽക്കം ടു എ ഗൺ. മക്കളെ, നമുക്ക് 1 മാർക്കിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. നിശ്ചലമായ കൃഷ്ണമണികൾ അല്ലെ, നിശ്ചലമായ കൃഷ്ണമണികൾ എന്ന് ആരുടെ കണ്ണിനെയാണ് വിശേഷിപ്പിക്കുന്നത്? അല്ലെ, നീലകണ്ഠന്റെ കണ്ണുകളെയാണ്. താളുകൾക്കിടയിൽ ഒരു മയിൽപീലി എന്ന പാഠഭാഗത്തിലേതാണ്. കണ്ണുകളെ ഇങ്ങനെ ഉപമിച്ചതിന്റെ വിവക്ഷ എന്താണ്? അല്ലെ, നിശ്ചലമായി. ഇനി എന്താണ്? നമ്മുടെ നീലകണ്ഠന് കാഴ്ചയില്ല. ഇതിൽ നോക്കിയേ, കണ്ണുകളിലെ നിശ്ചയദാർഢ്യം അല്ലെ, അതിലെന്താ പറയുന്നത്? ഒരു കാര്യം ചെയ്യുമെന്ന് ഉറപ്പിച്ചതിലുള്ള ഒരു തീക്ഷ്ണം എന്താണ് കണ്ണിൽ കാണുന്നുണ്ട്. അടുത്ത നോക്കിയേ, നിസ്സംഗതമായ നീലകണ്ഠന്റെ നോട്ടം, നീലകണ്ഠന്റെ കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥ, അനുതാരയെ കണ്ടതിലുള്ള അമ്പരപ്പ്. നിശ്ചലമായി, നീലകണ്ഠന്റെ കണ്ണുകൾ നിശ്ചലമായി എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാ മക്കളെ? നിങ്ങൾ കമന്റ് ബോക്സിലും പറയാം. മിസ് പറഞ്ഞാൽ കൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഓപ്ഷൻ സി ആണ്. നീലകണ്ഠന്റെ കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, നിങ്ങൾ ആരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരരുത്. ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? അല്ലെ, ആ മക്കൾ തന്നെ എന്താണ് അനാഥ മന്ദിരത്തിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുന്നത് ശരണാലയത്തിലേക്ക് ഉപേക്ഷിക്കാൻ, വൃദ്ധസദനത്തിലേക്ക് ഉപേക്ഷിക്കാൻ തയ്യാറായതിൽ നിന്നും അമ്മയ്ക്കുണ്ടായ മാനസിക വ്യത അല്ലെങ്കിൽ മാനസിക ദുഃഖത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഈ പറയുന്ന വാക്കുകൾ. അല്ലെ, അമ്മ ആ വീടിന്റെ ഗൃഹനാഥയായതുകൊണ്ടാണോ? അല്ല. തനിക്ക് ഇനി സമ്പാദ്യമില്ലാത്തത് കൊണ്ട് അല്ല. എന്തൊക്കെ അല്ലാന്ന് നിങ്ങൾ നോക്കുക. സ്വന്തം വീടിനും അവിടെയുള്ള ജീവിതത്തിൽ അവകാശമില്ലെന്ന തിരിച്ചറിവ്. അല്ലെ, സ്വന്തം വീടിനും ഇനി എന്താണ്? കാരണം മക്കൾക്ക് അത് എഴുതി കൊടുത്തു. ഇനി അതിലെന്താണ്? എനിക്ക് അവകാശമില്ല. മക്കൾക്കിടയിലും എന്താണ്? മക്കളുടെ മനസ്സിലും എന്താണ്? തനിക്ക് സ്ഥാനമില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ്. മക്കളുടെ അവഗണന മനസ്സിലാക്കുന്ന മാനസികാവസ്ഥയിൽ നിന്നാണ്. അത് ശരിയാണല്ലേ? അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ളത്? 3ഉം 4ഉമാണ്. 3ഉം 4ഉം ശരിയായിട്ടുള്ളത് ഏതാണെടാ? ഓപ്ഷൻ ഡി ആണ്. ഈ രീതിക്ക് ഏതൊക്കെ അല്ലാന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്താണ് ശരി ഉത്തരത്തിലേക്ക് കടക്കാം. നേരെ ശരി ഉത്തരം മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ രീതിക്ക് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഈ രീതിക്ക് വേണം 1 മാർക്കിന്റെ ഉത്തരം കണ്ടെത്താൻ. ഇതേപോലുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ.